തെറിവിളികളൊന്നും ഇപ്പൊ പ്രശ്നം അല്ലാതെയായി മാറി എന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാതെ ഈ രീതിയിലുള്ള ഒരു വേറെ തരത്തിലുള്ള ഒരു അറ്റാക്ക്, ഫിസിക്കൽ അറ്റാക്ക് വരെ വരാം. അങ്ങനെയൊക്കെ വരാറുണ്ടോ? വന്നിട്ടുണ്ട്. പിന്നെ ഭീഷണികള്. ഞാൻ പറഞ്ഞ വെറുതെ നമ്മൾ കമന്റ് സെക്ഷനിൽ വരുന്നത് നമ്മളെ ബാധിക്കില്ല. പക്ഷെ നേരിട്ട് വരുന്നതോ ഒരു നമ്മളെ വിളിച്ചിട്ട് വരുന്നതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. ഒരു തവണ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഓണ സമയത്ത് ഞാൻ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ ആർക്കെങ്കിലും ആഹാരത്തിനോ മരുന്നിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഓണമായിട്ട് നിങ്ങൾ അതിന് ബുദ്ധിമുട്ടരുത്, എന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് വെച്ചാൽ ചെയ്യാമെന്ന്. അപ്പോൾ കുറച്ച് മെസ്സേജുകൾ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മെസ്സേജ് അയച്ചവരുടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏരിയയിലുള്ള ഏതെങ്കിലും പൗരപ്രമുഖരോ പഞ്ചായത്ത് പ്രസിഡന്റോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഉറപ്പാക്കണമല്ലോ. കള്ള ഫേക്കോ അല്ലെങ്കിൽ കള്ളു പിടിക്കാനൊക്കെയാണ്. അങ്ങനെ കുറച്ച് പേരെ വിളിച്ച് നമ്മൾ ചെയ്ത കാര്യം ആരും പറയണ്ടല്ലോ. അപ്പോൾ എത്ര പേർക്ക് ചെയ്തൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് കൊണ്ടിരിക്കും, എനിക്ക് ഇത്ര കാശ് വേണം, എനിക്ക് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളോ ഉണ്ടോ? ഇതോ ഒന്നുമില്ല. കുറേ മെസ്സേജ് കൊണ്ടിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കണ്ണൂരാ സ്ഥലം, ഇവിടെ എനിക്ക് അന്വേഷിപ്പിക്കാൻ പോലും ഒരാളില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അവിടെ വിട്ട് അന്വേഷിപ്പിക്കാമല്ലോ, അതൊന്നും തരുന്നില്ല. ഇത്ര രൂപ കാശ് തരണം, ഇല്ലെങ്കിൽ ഇത്ര എനിക്ക് അറിയില്ല, ഇത് മേടിച്ച് തരണം. ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓണത്തിന് പിറ്റേ ദിവസം ഒരാൾ വിളിക്കുക, നീ അവർക്ക് കാശ് കൊടുക്കത്തില്ല ഇല്ലയോടാ, മര്യാദയ്ക്ക് നീ അതിനകത്ത് ഇത്ര രൂപ ഇട്ട് കൊടുത്തോണം. എന്നിട്ട് ഭയങ്കര ഭീഷണി. നമ്മളങ്ങ് എന്തോ പോലെ ആയി. അതിനുശേഷം ഞാൻ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ പോസ്റ്റ് പോലെ ഇവിടെ വേണ്ടെന്നായി, ഇനി ഇടത്തില്ലെന്നും ആയി. അത് നമ്മളൊരാൾക്ക് ഒരു സാധനം ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിനും ഈ പറയുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അല്ല ശാരീരികമായിട്ടുള്ള അങ്ങനത്തെ ഈ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ കിടന്ന് നമുക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇറങ്ങും, ഇത് ആരും വരത്തില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് 1000 കമന്റ് വന്നിരിക്കട്ടെ, നെഗറ്റീവ് വന്നിരിക്കട്ടെ, 1000 കമന്റ് നെഗറ്റീവ് വന്നിരിക്കട്ടെ. ഇത് അതായത് ഇന്ത്യയിൽ തന്നെ ഉണ്ട് മലയാളികൾ ഒരു 3 കോടി ജനങ്ങൾ കാണും. ഈ 3 കോടിക്കകത്ത് 1000 ഏതോ വീട്ടിന്റെ ഉള്ളിലിരുന്ന് കക്കൂസിലിരുന്നിരുന്ന കമന്റ് ആയത്. ഇവരൊന്നും ഒരിക്കലും യോജിച്ച് വരാൻ പോകുന്നില്ല. ഇവരെവിടെയോ ഇവരാരും നമ്മളെ കാണുന്നുമില്ല. ഒരു രസം, ഒരു ഫ്രസ്ട്രേഷൻ. നമുക്കൊരു പോസിറ്റീവ് കമന്റ് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു നെഗറ്റീവ് ഇടുമ്പോൾ മനുഷ്യനങ്ങനെയാണല്ലോ, അതിലത്തുള്ളവൻ്റെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ചെറുപ്പത്തിലേ നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്നതാ. മറ്റവന് മോന് എത്ര മാർക്കുണ്ട്, മോക്ക് എത്ര മാർക്കുണ്ട്, അതിൽ 1 മാർക്ക് കൂടുതൽ മേടിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവരെ തോപ്പിക്കാൻ പഠിക്കണമെന്നല്ല, നമുക്ക് ജയിക്കാൻ വേണ്ടി പഠിക്കണമെന്നല്ല അവിടെ പഠിപ്പിക്കുന്നത്. അവരെ കണ്ടുപഠിക്കാൻ പറയുന്നത്. നീ അത് പോട്ടെ, അത് വിട്, നീ ഇഷ്ടത്തിന് പഠിക്കുന്നൊന്നും പറയത്തില്ല. അപ്പൊ ഇത് തന്നെ നമ്മളെ കുത്തി വെച്ചിട്ടാണ് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. അങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കുന്നില്ല, ഇതൊന്നും ഒരുമിച്ച് വരുത്തൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞ ഈ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ വിജയെ പോലെ സിനിമാക്കാരോ ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ പറയുന്ന ഒരു ക്രൗഡ് നേരിട്ടിറങ്ങി. അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, ഒത്തിരി അതാണ് ഞാൻ ചോദിച്ചത്. അതിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യാതെ വിടുന്ന അല്ല, അവരാഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഭരണം പിണറായി വിജയൻ സർക്കാർ 2ാമത്തെ ടേൺ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച്, ഇനി ജയിക്കുമോ? ജയിക്കത്തില്ലടാ. നീ എനിക്ക് തോന്നുന്നുണ്ടോ ജയിക്കുമോ? എൻ്റെ അടുത്ത് പറയുക ഒരു കാരണവശാലും ജയിക്കത്തില്ലെന്ന്. ഞാൻ തന്നെ പറയുന്ന പുള്ളി ഇടതുപക്ഷക്കാരനാണ്. പിന്നെ ഇടതുപക്ഷക്കാരനാ, പാർട്ടിയുടെ പ്രവർത്തനത്തിലൊക്കെ പോകുന്ന ആളാ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വരെ ചെട്ടിപ്പോയി.